ഇപ്പൊ എന്താ പറയുന്നത്? ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ സജീവമാണല്ലോ സാജിദ് തിരുവരങ്ങാടിയുടെ ചില സംസാരങ്ങൾ, വെളിപ്പെടുത്തലുകൾ. ദുർമന്ത്രവാദി സാജിദിന്റെ വെളിപ്പെടുത്തലാണ് ഇപ്പം ഈ KJU സെക്രട്ടറി വലിയ ഒരു സംഗതിയായി കൊണ്ടു നടക്കുന്നത്. അതുകൊണ്ട് KJU സെക്രട്ടറി കേൾക്കേണ്ട ഒരു വെളിപ്പെടുത്തൽ ഈ ദുർമന്ത്രവാദിയുടേത് നമുക്കൊന്ന് കേൾക്കുക ആദ്യം. റുക്കിയന്റെ വിഷയത്തിലും ജിന്നുകളോടുള്ള മുഖാത്തബന്റെ വിഷയത്തിലൊക്കെ ഇവരെ വാദപ്രകാരം ഒന്നും പറ്റൂല, ഒരു സംശയമില്ല. അതുകൊണ്ടാണ് ഇപ്പം ഞാൻ ഇവരോട് പറയലുണ്ടല്ലോ, എന്നെപ്പറ്റി മന്ത്രവാദി എന്ന് പറഞ്ഞു നടക്കുന്ന KNM-മാരാണ് നിഫാക്കുടിമ്പലൊക്കെ. എന്നിട്ട് ആ മന്ത്രവാദിയാണ് KNM രജിസ്റ്റേർഡായ പള്ളിയിൽ മെമ്പർമ കയറിയില്ല 5 കൊല്ലമായി. അപ്പോൾ ഇവരൊക്കെ നിലപാടെന്താ? കാരണം ഒരു ഭാഗത്ത് മന്ത്രവാദി എന്ന് പറയാം, നമ്മളെ ചികിത്സ പക്കാ ശിർക്കാന്ന് പറയാം. എന്നിട്ട് അതേ ആളുകൾ തന്നെ ഇപ്പോഴും നമ്മളെ കുത്തുബക്ക് നിലനിർത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നൊരു വൈരുദ്ധ്യം. അതിൻ്റെ ദയനീയത ഞാൻ അവരോട് തന്നെ പറയലുണ്ട്, അവിടുത്തെ ആൾക്കാർക്ക് തന്നെ അറിയാം. അപ്പം അത് ഒരിക്കൽ നമ്മളോട് അൽഹംദുലില്ലാഹ് ഒരു മുഹബ്ബത്ത് അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട്. KNM-ൽ ഒരുപാട് ആളുകൾ ജിന്ന് ഇറക്കാൻ നടക്കുന്നുണ്ടല്ലോ. റുക്കിയ ഷറിയ എന്ന് പറഞ്ഞ ഒരുപാട് ആളുകൾ പോയിട്ടുണ്ട്. ഞാൻ നേരിട്ട് കൊണ്ടുപോയി, എനിക്കറിയാം നേരെ പലതും. പക്ഷെ ഞാൻ നേരിട്ട് സാജിദ് തിരൂരങ്ങാടിയോടെ നേരിട്ട് ചെന്ന് സംസാരിച്ചപ്പോൾ അദ്ദേഹം ഒരുപാട് ആളുകൾ അദ്ദേഹം പറയുന്നു, ഈ ജിന്ന് വിഭാഗത്തിന്റെ നേതാക്കന്മാരൊന്നടങ്കം എല്ലാരും എന്നെ റുക്കിയ നടത്താൻ വേണ്ടി വിളിച്ചിട്ടുണ്ട്. ആ ദുർമന്ത്രവാദി സാജിദ് പറഞ്ഞ പച്ച നുണ അത് ഏറ്റുപറയുന്ന നാവായി ഈ KJU സെക്രട്ടറി. എന്നിട്ടത് പുരപ്പുറത്ത് കയറി നിന്ന് കൂവാണ്. എല്ലാവരും, ഒരാളൊഴിവില്ല. എന്തൊരു കളവാണിത്! അത് എല്ലാവരും ഈ സാജിദ് തിരൂരങ്ങാടിയെ റുക്കിയ ചെയ്യിപ്പിക്കാൻ വിളിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞത് അത് അങ്ങനെ തന്നെ അങ്ങ് വിഴുങ്ങാണ് പുള്ളി. അത് വല്ല വസ്തുതയുണ്ടോ, യാഥാർത്ഥ്യമുണ്ടോ, എന്താ സംഭവം എന്നൊന്നും മൂപ്പർക്ക് അന്വേഷിക്കേണ്ട യാതൊരു ധാർമ്മികമായ ഉത്തരവാദിത്വം ഇല്ല. മൂപ്പര് അത് കേട്ട പാതി കേൾക്കാത്ത പാതി അടിച്ച് പൊട്ടിക്കുകയാണ്. ആ പറയുന്ന വ്യക്തിയുടെ ക്വാളിറ്റി എന്താ? തൊട്ട് മുമ്പ് നിങ്ങൾ പറഞ്ഞു കേട്ടില്ലേ, എന്നെ ഹനീഫ് കായക്കൊടിയും കൂട്ടരും ദുർമന്ത്രവാദി എന്ന് വിളിക്കുകയും അവരുടെ രജിസ്റ്റേർഡ് പള്ളിയിൽ തന്നെ എനിക്ക് ഖുത്ബ പറയാൻ അവസരം തരികയും ചെയ്യുന്നതിൻ്റെ വൈരുദ്ധ്യം ഞാൻ അവരോട് തന്നെ പറയാറുണ്ട് എന്ന് പറഞ്ഞ ഈ ദുർമന്ത്രവാദിയുടെ വാക്കാണ് ഇപ്പോൾ KJU സെക്രട്ടറിയുടെ തെളിവ്. സഹോദരന്മാരെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഈ KJU സെക്രട്ടറിയുടെ ഒരു ഗതികേട്, ദുര്യോഗമേ നിന്റെ പേരോ കായക്കൊടി എന്ന് ആരെങ്കിലും ചോദിച്ചാൽ നമുക്ക് അവരെ കുറ്റം പറയാൻ പറ്റുമോ? എന്നാൽ ദുർമന്ത്രവാദി ഒന്നും അല്ലാത്ത മറ്റൊരു വിദ്വാനുണ്ടല്ലോ നിങ്ങളുടെ കൂട്ടത്തിൽ. അതാരാ? അത് നമ്മുടെ റഷീദ് കുറ്റിപ്പുറം. അദ്ദേഹം ഈ വിഷയത്തിൽ അദ്ദേഹം മനസ്സിലാക്കിയ യാഥാർത്ഥ്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. അത് നമുക്ക് ലേശം മുഖവിലക്കെടുക്കാം. അതെന്താ പറയുന്നത്? അദ്ദേഹം ഇയാളെ പോലെ ദുർമന്ത്രവാദി ഒന്നുമല്ലല്ലോ. അതുകൊണ്ട് അദ്ദേഹം പറയുന്ന ആ വാക്കുകൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്ക്. ആരാണ് മഹാഭൂരിപക്ഷം? ഒരുപാട് ആളുകൾ KNM-ൽ നിന്ന് പോയതെങ്ങട്ടാ? ഈ സാജിദ് തിരൂരങ്ങാടിൻ്റെ അടുത്ത് റുക്കിയ ചെയ്യിപ്പിക്കാൻ പോയിട്ടുണ്ടെന്ന് പറഞ്ഞത് ഈ റഷീദാണ്. അയാൾ ദുർമന്ത്രവാദിയല്ല. അതുകൊണ്ട് അത് നമുക്ക് മുഖവിലക്കെടുക്കാം. പക്ഷെ ദുർമന്ത്രവാദിയെ അങ്ങ് വിട്ടേക്ക് കായക്കുടി. അവൻ നുണയനാണ്. അതിന് ഇഷ്ടം പോലെ തെളിവുകൾ നമ്മുടെ കൈകളിൽ ജീവിച്ചിരിക്കുന്ന തെളിവുകളുണ്ട്. ഇപ്പൊ നമ്മുടെ ഇടയിൽ ഒരുപാട് KNM-ന്റെ ആളുകൾ വിശ്വാസം ശരിയല്ലാത്തവരുണ്ട്. അപ്പൊ അവരെ പറ്റി പ്രതിപാദിച്ചുകൊണ്ട് ഞാൻ സംസാരിച്ചതായിരുന്നു. പെട്ടെന്ന് അതൊരു മിനിറ്റിൽ നിന്നപ്പോൾ അതിന് കൂടുതൽ പിന്നെ അതിനെപ്പറ്റി പറയാൻ വന്നപ്പോൾ അതിന് ഗ്രൂപ്പിൽ നിന്ന് തന്നെ റിമൂവ് ആക്കി. എനിക്കത് പറയാൻ പറ്റില്ല. അതാണ് ഈ വിഷയം. പക്ഷെ ഇതിവിടെ പ്രചരിപ്പിക്കുന്നത് ആരാന്നറിയോ? KNM-കാരാണെന്ന് പറയുന്ന, എന്നാൽ KNM-ന്റെ എതിരാളികളായ കുറച്ച് ആളുകളുണ്ട്. KNM-ൽ നിന്നുകൊണ്ട് പ്രചരിപ്പിക്കുന്ന ആളുകൾ, തികഞ്ഞ ശിർക്കൻ വിശ്വാസമുള്ളവർ. നമുക്ക് അസുഖം തരുന്നവൻ പിശാചാണെന്ന് വിശ്വസിക്കുന്ന മുശ്രിക്കുകളെക്കാളും മോശം വിശ്വാസമുള്ള ആളുകൾ നമ്മുടെ KNM-ലുണ്ട്. അതിന്റെ ദയനീയത ഞാൻ അവരോട് തന്നെ പറയലുണ്ട്, അവിടുത്തെ ആൾക്കാർക്ക് തന്നെ അറിയാം. അപ്പൊ അത് ഒരിക്കൽ നമ്മളോട് അൽഹംദുലില്ലാഹ് ഒരു മുഹബ്ബത്ത് അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട്. അതുകൊണ്ട് നമ്മളെ മെമ്പർമാരുടെ തൗഹീദും കാര്യങ്ങളും നല്ല രൂപത്തിൽ പറയുന്ന നിലപാടൊന്നും മാറ്റേണ്ട ആവശ്യം നമുക്ക് വന്നിട്ടില്ല. അപ്പൊ അതല്ല ഞാൻ പറഞ്ഞത്. ഞാൻ ആ വിഷയത്തിൽ അവരെ ഒരിക്കലും സപ്പോർട്ട് ചെയ്ത് സംസാരിക്കല്ല, മനസ്സുകൊണ്ട് പോലും സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് പറ്റൂല. ഞാൻ അതല്ല പറയണത്. പക്ഷെ അവർ ഇത്രയും കാലം കൊച്ചിമുള്ളിൽ നടന്നിരുന്നൊരു വിഷയമുണ്ട്. ആ വിഷയം അറിയാതെങ്കിലും എഴുതിപ്പോയില്ല ബാനറിൽ നിന്ന് ഞാൻ ചോദിച്ചത്. ഞാൻ ആ ബാനർ, ആ വീഡിയോൻ്റെ ഒരു ചെറിയ ഫോട്ടോസാണ് ഞാൻ ഇതിലിട്ടത്. നിങ്ങൾ കണ്ടില്ല? അതിൽ ഇന്നും കൂടെ എൻ്റെ അടുത്ത് വന്നത് KNM-ന്റെ കൊടക് ഭാഗത്തു നിന്ന് KNM-ന്റെ പിന്നെ അവിടുത്തെ പള്ളിയിലെ നേതൃത്വം വഹിക്കുന്ന ഒരാളാണ്. അയാളെ പെങ്ങളെ മകളായിട്ട് വന്നു. ആ പള്ളിയിലെ ഖുത്ബ പറയുന്ന ആൾ എന്നൊക്കെ പറഞ്ഞാൽ KNM-ലെ വലിയൊരു ഗർജ സിംഹമാണ്. സന്തോഷം നിങ്ങളുടെ ഈ മാറ്റം, ഈ പ്രഖ്യാപനം എല്ലാം വളരെ അൽഹംദുലില്ലാഹ് കുറേ ആളുകൾക്കെങ്കിലും ഒരു ഇതായിട്ട് വിളിച്ചാവട്ടെ. ഞാൻ മാത്രമല്ല, ഞങ്ങളുടെ കൂട്ടത്തിൽ റാക്കിച്ചികളുണ്ട്. കാക്കച്ചി എന്നൊക്കെ പറയണ മാതിരി റാക്കിച്ചികളുണ്ട്. അത്രേ
റാക്കിച്ചി എന്ന് പറഞ്ഞാൽ മന്ത്രവാദം നടത്തുന്ന പെണ്ണാണ്. അതിന്റെ പേര് റാക്കിച്ചി എന്നാണ് പോലും. റാക്കിച്ചികളുണ്ട്. ഇവിടെ അങ്ങനെ ഒരു കാക്കച്ചും റാക്കിച്ചൊന്നും ഇല്ല കായക്കുടി. അതൊക്കെ ആ ദുർമന്ത്രവാദി പടച്ചുണ്ടാക്കിയ പറഞ്ഞു പ്രചരിപ്പിക്കുന്ന കളവുകൾ കേട്ടിട്ട് നിങ്ങളത് മുഖവിലക്കെടുക്കണ്ട. അതൊക്കെ ഏതൊരു വിഭാഗത്തോടാണോ ഈർഷ്യത, വിദ്വേഷം, പക, ആ കുടിപ്പക തീർക്കാൻ വേണ്ടി ഇവന് എന്ത് കളവും പറയാൻ ഒരു ലജ്ജയുമില്ലാത്ത ഒരു വൃത്തികെട്ട നാവിൻ്റെ ഉടമയാണ് ഇയാൾ എന്നതിന് അനവധി തെളിവുകളുണ്ട്. അങ്ങനെ തൻ്റെ താല്പര്യത്തിന് വേണ്ടി തൻ്റെ എതിരാളിക്കെതിരെ എത്ര വലിയ കളവും പറയാൻ ഒരു ഭയവുമില്ലാത്ത, ഒരു ലജ്ജയുമില്ലാത്ത വൃത്തികെട്ട മാനസിക രോഗത്തിൻ്റെ ഒരു ഉടമയാണ് ഈ ദുർമന്ത്രവാദി എന്നത് നമുക്ക് കൃത്യമായി ബോധ്യമുണ്ട്, തെളിവുണ്ട്. അത്തരം ഒരുത്തനെ താങ്ങി നടക്കേണ്ട, പേറി നടക്കേണ്ട, അവൻ്റെ വാക്കുകൾ വിശ്വസിച്ച് അത് കേരള നദ്വത്തുൽ മുജാഹിദീൻ കെട്ടിക്കൊടുത്ത വേദികളിൽ വെച്ച് അത് ഛർദ്ദിക്കുന്ന ഒരു ദുരവസ്ഥ കായക്കൊടി നിങ്ങൾക്കൊക്കെ വന്നെങ്കിൽ നിങ്ങളൊക്കെ ഇന്ന് എവിടെയാണ് എന്ന് നിങ്ങളൊരു സ്വയം ആത്മവിചാരണ ചെയ്തു നോക്കൂ എന്ന് മാത്രമാണ് നമുക്കതിനെക്കുറിച്ച് പറയാനുള്ളത്. അല്ലാതെ അങ്ങനെ ഒരു റാക്കിച്ചിയോ കാക്കിച്ചിയോ ഒന്നും ഇവിടെ ടി കെ അഷ്റഫ് സാഹിബോ മുജാഹിദ് ബാലുശ്ശേരിയോ ഒരിക്കൽ പോലും ഒരു നിലക്കും അവരെ വിളിക്കുകയോ ബന്ധപ്പെടുകയോ ചെയ്തിട്ടില്ല എന്ന യാഥാർത്ഥ്യം, അതിലൊക്കെ വല്ല വസ്തുതയുമുണ്ടോ എന്നൊന്നും കൃത്യമായി അന്വേഷിക്കാതെ ഫാസിക്കായ നുണയനായ ആ വൃത്തികെട്ട മനുഷ്യൻ്റെ വായിലൂടെ നിർഗളിച്ച വിസർജ്യം അത് വെട്ടിവിഴുങ്ങി നിങ്ങളിവിടെ പറഞ്ഞു നടക്കുന്നത്, പ്രസംഗിച്ച് നടക്കുന്നത് എന്ന് ഓർക്കുമ്പോൾ സഹതപിക്കുക മാത്രമാണ് നാം ചെയ്യുന്നത്. അള്ളാഹു നിങ്ങൾക്ക് നിങ്ങളുടെ പൂർവ്വകാല അവസ്ഥയിലേക്ക് തിരിച്ചു വരാനും യഥാർത്ഥത്തിൽ ഇസ്ലാമിക പുഴുക്കുത്തുകൾക്കെതിരിൽ പണ്ടുകാലങ്ങളിൽ പ്രമാണബദ്ധിതമായി സംസാരിച്ചതും അതുപോലെ എതിരാളികൾക്കെതിരെ അവർക്കില്ലാത്തത് അവരുടെ പേരിൽ ആരോപിച്ച് പറയുന്ന ഇക്കാലഘട്ടത്തിലെ ഈ ഒരു ദുസ്വഭാവം അതൊക്കെ ഒഴിവാക്കി ഉള്ളതുപോലെ പറഞ്ഞ് വസ്തുനിഷ്ഠമായി മറുപടി പറഞ്ഞ് പ്രമാണബദ്ധിതമായി സംസാരിക്കുന്ന ഒരു കാലം നിങ്ങൾക്കുണ്ടാവട്ടെ. അത് ഞങ്ങൾ പ്രത്യാശിക്കുകയാണ്. അള്ളാഹു സർവശക്തൻ ഇത്തരം ദുഷ്പ്രവർത്തനങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് വിട്ടുനിൽക്കുവാനും അതുപോലെ സത്യം പോലെ ഉൾക്കൊള്ളാനും മനസ്സിലാക്കുവാനും സർവശക്തൻ നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം ഇതവിടെ അവസാനിക്കുന്നു. തുടരും ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.